കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആട്ടിൻകാൽ കറിയായിട്ടാണ്. ആട്ടിൻകാൽ കുക്കറിൽ ഇട്ട് കൊടുത്ത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് വെള്ളം നന്നായി ഒഴിച്ച് ഇങ്ങനെ പാകത്തിൽ വെള്ളം ഒഴിച്ച് 15 വിസിൽ. ഇനി അരമുറി തേങ്ങ, കസ്കസ, 5-6 അണ്ടിപ്പരിപ്പ് അരച്ച് വേസ്റ്റാക്കി വെക്കുക. ചെറിയുള്ളി 30-35 ചെറിയുള്ളി ക്രഷ് ചെയ്ത് വെക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരുംജീരകം ഇതെല്ലാം ചേർത്ത് ബിരിയാണിയുടെ ഇലയും ചേർത്ത് നല്ലെണ്ണയിൽ മൂപ്പിച്ചെടുക്കുക. നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി നന്നായി വാട്ടിയെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക വാട്ടാനായിട്ട്. ഇനി 1 തക്കാളി, 1 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 വലിയൊരു സ്പൂൺ ചേർത്ത് കൊടുക്കുക. നന്നായി വാടി തക്കാളിക്ക് നന്നായി മാഷായി വരുമ്പോൾ അതിലോട്ട് നമുക്കിനി കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ജീരകത്തിന്റെ പൊടി, ഗരം മസാല. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആട്ടിൻകാലും കൂടിയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി തിളയ്ക്കണം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പുളിക്ക് ആവശ്യമായ പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം നന്നായി വറ്റിക്കുക. നന്നായി വറ്റിച്ച് തിളച്ച് നന്നായി വറ്റി വരണം. കണ്ടില്ലേ, ഇത്രയും നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 വലിയ ടീസ്പൂണ് തേങ്ങാണ്ണ ചേർത്ത് കൊടുക്കുക. മല്ലിയില ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ആട്ടിൻകാൽ പായ റെഡി ആയിട്ടുണ്ട്. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ചോറ് എന്ന് വേണ്ട എല്ലാത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിന്റെ ഫ്ലേവറൊക്കെ നന്നായി ഇറങ്ങിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞു വരും. അപ്പൊ നമ്മുടെ ആട്ടിൻകാൽ പായ റെഡിയാണ് കേട്ടോ. ബൈ ബൈ ഫ്രണ്ട്സ്.